ഹലോ, എല്ലാവർക്കും വിൻടിപ്സ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് 2 ജോബ് ന്യൂസുമായിട്ടാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ ഒരു ന്യൂസ് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഒരു ന്യൂസ് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ ന്യൂസ് എന്ന് നോക്കാം. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ECG, ലാബ് ടെക്നീഷ്യൻ, ഫാർമസിസ്റ്റ് ഒഴിവുകൾ. Walk-in interview on July 18 for lab technician, pharmacist and ECG technician post. തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം ന്യൂ മുക്കോല കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് എന്നുള്ളത് വിവിധ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് താൽക്കാലിക അടിസ്ഥാനത്തിലാണ് നിയമനം. ലാബ് ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ കം മൾട്ടി പർപ്പസ് വർക്കർ, ഫാർമസിസ്റ്റ് എന്നീ തസ്തികകളിലേക്കാണ് ഒഴിവുകളുള്ളത്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജൂലൈ 18-ന് ജൂലൈ 18-ന് നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുത്ത് നിയമനം നേടാം. ഒഴിവുള്ള തസ്തികകളും യോഗ്യതകളും. ലാബ് ടെക്നീഷ്യൻ ഒഴിവ്. യോഗ്യത BSc MLT അല്ലെങ്കിൽ DMLT. ECG ടെക്നീഷ്യൻ കം മൾട്ടി പർപ്പസ് വർക്കർ ഒരു ഒഴിവാണുള്ളത്. യോഗ്യത ECG ടെക്നീഷ്യൻ കോഴ്സും കമ്പ്യൂട്ടർ പരിജ്ഞാനവും. ഇനി ഫാർമസിസ്റ്റ് ഒഴിവുകളാണ് പറയുന്നത്. യോഗ്യത BPharm അല്ലെങ്കിൽ DPharm. പ്രവൃത്തി പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണനയുണ്ട്. ഇനി അഭിമുഖ വിവരങ്ങളാണ്. ജൂലൈ 18-നാണ് അഭിമുഖം. സമയം ഉച്ചയ്ക്ക് 2 മണിയാണ്. എവിടെയാണ് നടക്കുന്നത്? വെന്യൂ വിഴിഞ്ഞം ന്യൂ മുക്കോല കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ്. അപ്പൊ ആ ഒരു ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടുള്ളവർക്കാണ് ഇത് കൂടുതൽ ഉപകാരപ്രദമാവുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും അടുത്ത കാര്യം എന്താ വെച്ചാൽ അഭിമുഖത്തിന് കൊണ്ടുവരേണ്ട രേഖകൾ. എന്താണ് അഭിമുഖത്തിന് കൊണ്ടുവരേണ്ട രേഖകൾ? മൊബൈൽ നമ്പർ ഉൾപ്പെടുത്തിയ ബയോഡാറ്റ, വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്ന് തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ, സർക്കാർ അംഗീകൃത തിരിച്ചറിയൽ കാർഡ്, ഇത്രയും കാര്യങ്ങൾ കൊണ്ടുപോകണം. ഓക്കെ, മെയിനായിട്ട് പറയാന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും നമ്മളൊരു അടുത്തേക്ക് പോകുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ കൊണ്ടുപോവുക. ഓക്കെ, പെട്ടെന്ന് ഏതെങ്കിലും ഒന്ന് മിസ്സായി കഴിഞ്ഞിട്ട് ആ ഒരു അവസരം നഷ്ടപ്പെടുത്താൻ ഇടയാക്കാതിരിക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും എപ്പോഴും ഒരു ഫയലിലാക്കി വെക്കുക. ഇത്രയും ഇന്റർവ്യൂവിലോട്ട് പോകുമ്പോൾ നമ്മൾ അതെടുത്ത് കൊണ്ടുപോകുക. അപ്പൊ പിന്നെ ഒരു കൺഫ്യൂഷന്റെ ആവശ്യം വരില്ല. ഓക്കെ, എല്ലാ കാര്യങ്ങളും അതിൽ തന്നെ നമ്മൾ സെറ്റാക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ല ഒരു കാര്യം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ തന്നെ 2 ജോബ് ന്യൂസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ജോബ് ന്യൂസിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി അടുത്ത മെയിനായിട്ട് വരുന്ന മറ്റൊരു ജോബ് ന്യൂസ് ആണ്. 10ാം ക്ലാസ്സും ലൈസൻസും ഉണ്ടോ, എന്നാൽ ജലഗതാഗത വകുപ്പിൽ നമുക്ക് ജോലി നേടാം. ഇപ്പൊ എന്താണ്? കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിൽ ബോട്ട് സ്റ്റാങ്ക് തസ്തികകളിലേക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നമ്മുടെ PSC അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ടുള്ള നിയമനത്തിലൂടെ സർക്കാർ സർവീസിൽ പ്രവേശിക്കാനുള്ള മികച്ച ഒരു അവസരമാണിത്. അപ്പൊ ആകെ 7 ഒഴിവുകളാണുള്ളത്. പക്ഷെ അന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും അപേക്ഷിക്കാതിരിക്കരുത്. ഓക്കെ, 7 ഒഴിവുകളുള്ളൂ, അതിനെന്തായാലും എനിക്ക് പെടില്ല, ഞാൻ അതുകൊണ്ട് കൊടുക്കണില്ല എന്നൊന്നും വിചാരിച്ചിരിക്കരുത്. ഒരു പക്ഷേ ഭാഗ്യം നമ്മുടെ കയ്യിലാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്കത് കിട്ടാൻ ചാൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരിക്കലും അങ്ങനെ എല്ലാവരും ഇങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ എന്താ ചെയ്യാ? ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ജോലി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലൈഫിൽ. സോ അങ്ങനെ നമ്മൾ നിരസിച്ച് കളയരുത്, നമ്മൾ അപേക്ഷിക്കുക. ഒരുപക്ഷെ അത് നമുക്കുള്ള ജോലി ആയിരിക്കും. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്താണ്? തസ്തികയുടെ പേര് ബോട്ട് സ്റ്റാങ്ക് എന്നുള്ള ഒരു വകുപ്പാണ്, ഒരു തസ്തികയാണ്. ഓക്കെ, വകുപ്പ് നമുക്കറിയാം, കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പാണ്. 7 ഒഴിവുകളാണുള്ളത്. ശമ്പള സ്കെയിൽ വരുന്നത് അത്യാവശ്യം നല്ലൊരു ശമ്പള സ്കെയിൽ വരുന്നുണ്ട്. 26,500 to 60,000 വരെ വരുന്ന ഒരു തസ്തികയാണ്. അപ്പൊ അത് ചെറിയ കാര്യമല്ല എന്നുള്ളതാണ്. വിദ്യാഭ്യാസ യോഗ്യതയും മറ്റ് മാനദണ്ഡങ്ങളും എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമതായി പറയുന്നത് SSLC ആണ്. മറ്റുള്ള ഡിഗ്രി കാര്യങ്ങളൊന്നും പറയുന്നില്ല. വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത് SSLCയും അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു പരീക്ഷ വിജയിച്ചിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ സാങ്കേതിക യോഗ്യതയായിട്ട് പറയുന്നത് 2010-ലെ കേരള ഇൻലാൻഡ് വെസൽസ് റൂൾസ് പ്രകാരമോ അല്ലെങ്കിൽ മെർക്കൻ റെയിൽ മറൈൻ ഡിപ്പാർട്ട്മെന്റ് MMD അംഗീകരിച്ച അതോറിറ്റി നൽകുന്നതോ ആയിട്ടുള്ള സാധുവായിട്ടുള്ള റാങ്ക് ലൈസൻസ് എന്ന് പറയുന്ന ഒരു ലൈസൻസ് ഉണ്ട്. അത് നിർബന്ധമാണ്. സാധാരണ നമ്മൾ 2 വീലർ 4 വീലർ ഓടിക്കുന്ന നമ്മുടെ റോഡിലൂടെ പോകാനുള്ള ലൈസൻസ് അല്ല ഇവിടെ പറയുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. റാങ്ക് ലൈസൻസ് എന്ന് പറയുന്ന ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു അംഗീകാരം ലഭിച്ചിട്ടുള്ള അതോറിറ്റിയുടെ അംഗീകാരമുള്ള ഒരു ലൈസൻസ് ആയിരിക്കണം റാങ്ക് ലൈസൻസ്. ഓക്കെ, അത് നിർബന്ധമാണ്, അതാണ് ഇവിടെ മെയിൻ. ഓക്കെ, പ്രായപരിധി വരുന്നത് 18 to 40 ആണ്. ഇവിടെ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്.
ഇനി എന്താണ് അപേക്ഷിക്കേണ്ട വിധം? താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കേരള PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലെ വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ മുഖേന എന്ത് ചെയ്യാം? ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം. അതിലെന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രൊഫൈൽ നമുക്കറിയാലോ, PSC ഇപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാണ്, രജിസ്റ്റർ ചെയ്യുന്ന ഒരു കാര്യമാണ്. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കാറുണ്ട്. നമുക്ക് യോഗ്യതയായിട്ടുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറ്, അപ്ലൈ ചെയ്യാറുമുണ്ട്. നമ്മൾ ആ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് കൺഫർമേഷൻ വരാനുള്ള സമയമാകുമ്പോൾ നമ്മൾ കൺഫേം ചെയ്യാറുമുണ്ട്. എക്സാം എഴുതുന്ന അത്ര ഉറപ്പാണെങ്കിൽ നമ്മൾ കൺഫർമേഷൻ കൊടുക്കാറുമുണ്ട്, എക്സാം പോയി എഴുതാറുമുണ്ട്. സോ ഏകദേശം എല്ലാവരും PSCയുടെ കാര്യത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ഇനി ആരെങ്കിലും അങ്ങനെ ഡൗട്ട് കാര്യങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാവുന്നതാണ്. ഇനി വരുന്നത് ശ്രദ്ധിക്കേണ്ട തീയതികളാണ്. നമ്മൾ പറഞ്ഞു ഇത് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 2026 ഓഗസ്റ്റ് 5 രാത്രി 12 മണി വരെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അന്ന് തലേന്ന് ഓഗസ്റ്റ് 4 ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കരുത്. ഓക്കെ, അവസാന നിമിഷത്തെ തിരക്ക് ഒരു പക്ഷേ സൈറ്റ് ഹാങ് ആവുക, അങ്ങനെ പല പ്രശ്നങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം യോഗ്യരായിട്ടുള്ളവർ ഇപ്പം തന്നെ അപേക്ഷിക്കുക. അതിനിപ്പോൾ പ്രത്യേകിച്ച് മുടക്കും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ അപേക്ഷാ ഫീസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ ഒരു അപേക്ഷ തസ്തികയുമായിട്ട് ബന്ധപ്പെട്ട് നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. PDF ഡൗൺലോഡ് ചെയ്ത് നമുക്കത് കൃത്യമായിട്ട് വായിച്ചു നോക്കിയിട്ട് എന്ത് ചെയ്യാം, നമ്മൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് വിചാരിച്ചത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.